MCO01 അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. Methods of research. The researcher has to provide answers at the end to the research questions raised in the beginning of the study. For this purpose, he has investigated and gathered relevant data and information as a basis or evidence. അപ്പോൾ റിസർച്ചിന് നടത്താനുണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലത്തിനുള്ള ആൻസർ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റിസർച്ചിലെ ആൻസർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത് സൊല്യൂഷനിലോട്ട് എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ്സ്, ഏതൊക്കെ രീതിയിലാണ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിൽ പല മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. റിസർച്ചിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് റിസർച്ച് 6 മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. 1 സർവേ മെത്തേഡ്, 2 ഒബ്സർവേഷൻ മെത്തേഡ്, 3 കേസ് മെത്തേഡ്, 4 എക്സ്പെരിമെന്റൽ മെത്തേഡ്, 5 ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, 6 കമ്പാരിറ്റീവ് മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ research is to study large and small populations. It is a fact-finding survey. Mostly empirical problems are investigated by this approach. അപ്പോൾ സർവേ റിസർച്ചിലൂടെ, സർവേ മെത്തേഡിലൂടെ ലാർജ് അല്ലെങ്കിൽ സ്മോൾ പോപ്പുലേഷനെ കുറിച്ചുള്ള റിസർച്ച് നടത്താൻ സാധിക്കുന്നതാണ്. ഫാക്ട് ഫൈൻഡിങ്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ചാണ് സർവേ മെത്തേഡിലൂടെ നടത്തുന്നത്. മോസ്റ്റ് എംപിരിക്കൽ പ്രോബ്ലംസ്, റിസർച്ച് നടത്താൻ കാരണമാവുന്ന പല പ്രോബ്ലംസും നമ്മൾ സർവേ റിസർച്ചിലൂടെയാണ് സോൾവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഇൻസ്പെക്ഷൻ ടു ഗ്യാദർ ഇൻഫർമേഷൻ ഓഫ്റ്റൻ എ സ്റ്റഡി ഓഫ് എൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു എ സർട്ടൻ കണ്ടീഷൻസ് ഓർ ഇറ്റ്സ് പ്രിവലൻസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ് പ്രിവലൻസിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ഏരിയനെ കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് സർവേ എന്ന് പറയുന്നത്. സർവേ ഈസ് എ പോപ്പുലർ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ചിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് സർവേ എന്ന് പറയുന്നത്. സർവേ റിസർച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. സാമ്പിൾ സർവേസ് ആണ് അതിൽ പോപ്പുലർ ആയിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. Survey research can be defined as the specification of procedures for gathering information about a large number of people by collecting information about a few of them. അപ്പോൾ സർവേ റിസർച്ചിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ റിസർച്ചിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ചിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ട ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ ആണെങ്കിൽ അതിൽ കുറച്ച് പേരുടെ മാത്രം കളക്ട് ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തുന്നതിന് പറയുന്നതാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. വേറെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, സർവേ റിസർച്ച് ഈസ് സ്റ്റഡിങ് സാമ്പിൾ ചൂസൺ ഫ്രം ദ പോപ്പുലേഷൻസ് ടു ഡിസ്കവർ ദ റിലേറ്റീവ് ഇൻസിഡൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇന്റർ റിലേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വേരിയബിൾസ്. പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിൽ ആ ഡേറ്റയുടെ ഇൻസിഡൻസ്, ഡിസ്ട്രിബ്യൂഷൻസ്, ഇന്റർ റിലേഷൻസ് മുതലായവ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. സർവേ റിസർച്ചിൽ സർവേയിങ് ഡേറ്റയിലൂടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യനേഴ്സ്, അഡ്മിനിസ്റ്ററിംഗ് ഷെഡ്യൂൾസ്, ടെലിഫോൺ എൻക്വയറീസ് മുതലായവയിലൂടെയാണ്. ഈ സർവേ മെത്തേഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ ഫീൽഡ് സ്റ്റഡി ആസ് ഇറ്റ് ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ഇൻ എ നാച്ചുറൽ സെറ്റിംഗ്സ്. സർവേ മെത്തേഡ് എന്ന് പറയുന്നത് അത് ഫീൽഡ് സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങിയുള്ള സ്റ്റഡിയാണ്. അപ്പൊ നാച്ചുറൽ എന്താണോ നിലവിലുള്ള അവസ്ഥ അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. രണ്ടാമത്, ഇറ്റ് സോളിസിറ്റ്സ് റെസ്പോൺസ് ഡയറക്ട്ലി ഫ്രം ദ റെസ്പോണ്ടൻസ്. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിലെ സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള പ്രോബ്ലം മായി ബന്ധപ്പെട്ട റെസ്പോണ്ടന്റിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് കളക്ട് ചെയ്യാൻ പറ്റും, ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. മൂന്നാമത്, ജനറലി ഇറ്റ് ഗ്യാദേഴ്സ് ഇൻഫർമേഷൻ ഫ്രം ദ ലാർജ് പോപ്പുലേഷൻ. സർവേ മെത്തേഡിൽ നമുക്ക് ഒരുപാട് വലിയ പോപ്പുലേഷൻ ആണെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാലാമത്, എ സർവേ കവേഴ്സ് എ ഡെഫിനിറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ. സർവേ നടത്തുന്നത് ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ വെച്ചുകൊണ്ടായിരിക്കും. സർവേക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട്.
ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻസീവ് സർവേ ഇൻവോൾവിംഗ് വൈഡർ സാമ്പിൾ, അതായത് കൂടുതൽ സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സർവേ നടത്താൻ സാധിക്കുന്നുണ്ട്. സർവേ റിസർച്ച് ഈസ് ബെസ്റ്റ് അഡോപ്റ്റഡ് ഫോർ ഒബ്റ്റൈനിങ് പേഴ്സണൽ സോഷ്യോ എക്കണോമിക് ഫാക്ട്സ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒപ്പീനിയൻസ്. അപ്പൊ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് സോഷ്യൽ എക്കണോമിക് ഫാക്ട്സോ പേഴ്സണൽ ഫാക്ട്സോ ബിലീഫ്സോ ആറ്റിറ്റ്യൂഡ്സോ ഒപ്പീനിയൻസോ മുതലായവയെ കുറിച്ചാണെങ്കിൽ ഏറ്റവും നല്ല റിസർച്ച് ആണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് മെത്തേഡിലെ ഫസ്റ്റ് മെത്തേഡാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ സർവേ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഒരു വലിയ പോപ്പുലേഷൻ, ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് സാമ്പിൾ എടുത്തുകൊണ്ട് ഫ്യൂ നമ്പേഴ്സ് എടുത്തുകൊണ്ട് സ്റ്റഡി നടത്തുന്നതിന് പറയുന്നതാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ മെത്തേഡ് ഫീൽഡ് സ്റ്റഡി മെത്തേഡാണ്. ഡയറക്റ്റ് ആയിട്ട് റെസ്പോണ്ടിൽ നിന്നും റെസ്പോൺസ് ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാർജ് പോപ്പുലേഷനെ കുറിച്ച് സ്റ്റഡി നടത്താൻ പറ്റുന്നതാണ്. ഒരു ഡെഫിനിറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിക്സഡ് ടൈം ഫ്രെയിമിനുള്ളിലാണ് സർവേ റിസർച്ച് നടത്താൻ സാധിക്കുന്നത്. നമുക്ക് കൂടുതൽ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് സർവേ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേഴ്സണൽ സോഷ്യോ എക്കണോമിക് ഫാക്ട്സ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ് മുതലായവയെ കുറിച്ചാണ് റിസർച്ച് നടത്തുന്നതെങ്കിലാണ് സർവേ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് മാറുന്നത്. സർവേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ സർവേ ഇൻവെസ്റ്റിഗേറ്റർക്ക് റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ്, ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾ, ഒപ്പീനിയൻ കൺസ്ട്രക്ഷൻ, ഒപ്പീനിയനർ കൺസ്ട്രക്ഷൻ, ടെക്നിക്സ് ഓഫ് ഇന്റർവ്യൂയിങ് മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് വളരെ അത്യാവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, ആ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ സർവേ റിസർച്ചിലൂടെ ലഭിക്കുന്ന ഡേറ്റ റിസൾട്ട് നമുക്ക് റിലയബിൾ ആയിട്ട് മാറത്തുള്ളൂ. റിസർച്ച് മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മീൻസ് സീയിങ് ഓർ വ്യൂയിങ്. ഇറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ബട്ട് എ സിസ്റ്റമാറ്റിക് വ്യൂയിങ്. അതായത് ഒബ്സർവേഷന്റെ മീനിങ് എന്ന് പറയുന്നത് സീ ചെയ്യുക, വ്യൂ ചെയ്യുക എന്നുള്ളതാണ്. കാഷ്വൽ വ്യൂയിങ് അല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് കാര്യത്തെയും സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നത്. ഒബ്സർവേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ സിസ്റ്റമാറ്റിക് വ്യൂയിങ് ഓഫ് എ സ്പെസിഫിക് ഫിനോമിനൻ ഇൻ പ്രോപ്പർ സെറ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ഗ്യാദറിംഗ് ഇൻഫർമേഷൻ ഫോർ ദ സ്പെസിഫിക് സ്റ്റഡി. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സ്പെസിഫിക് ഫിനോമിനൻ അണ്ടർ സ്റ്റഡി, നമ്മൾ സ്റ്റഡി നടത്തുന്ന കാര്യത്തെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യൂ ചെയ്യുന്നതിന് പറയുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സയന്റിഫിക് എൻക്വയറിയിലെ ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ. നമുക്ക് ഒരു വ്യക്തിയോ ഒരു ഇവന്റിനെയോ സിറ്റുവേഷനോ ഇൻസിഡന്റിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബയോളജി, ഫിസിയോളജി, ആസ്ട്രോണമി, സോഷ്യോളജി, സൈക്കോളജി, ആന്ത്രോപോളജി പോലെയുള്ള മേഖലകളിലാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ വളരെ റിസർച്ച് നടത്താൻ സാധിക്കുന്നത്. ഒബ്സർവേഷൻ നമുക്ക് സോഷ്യൽ ആൻഡ് ബിസിനസ് സയൻസിലും യൂസ്ഫുൾ ആയിട്ട് പല ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഒബ്സർവേഷൻ മെത്തേഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി സീയിങ് ഓർ വ്യൂയിങ് ബട്ട് ഓൾസോ ഹിയറിംഗ് ആൻഡ് പെർസീവിംഗ് ആസ് വെൽ. സീ ചെയ്യുകയും വ്യൂ ചെയ്യുകയും അല്ല ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ഹിയർ ചെയ്യുകയും കേട്ടുകൊണ്ടും പെർസീവ് ചെയ്തുകൊണ്ടുമാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബോത്ത് എ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റി. ഒബ്സർവേഷൻ മെത്തേഡ് അത് ഫിസിക്കൽ ആക്ടിവിറ്റിയും മെന്റൽ ആക്ടിവിറ്റിയും ഒരേപോലെ തന്നെ നമ്മൾ ആ സ്പോട്ടിൽ എത്തണം, എന്താണ് ഇതിനെക്കുറിച്ചാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, അവിടെ എത്തുകയും അതിനെക്കുറിച്ച് നമ്മൾ മെന്റലായിട്ട് ചിന്തിച്ചുകൊണ്ട് ഹിയർ ചെയ്ത് റിസീവ് ചെയ്തുകൊണ്ട് അതിനെ വ്യൂ ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്, ഇറ്റ് ക്യാപ്ചേഴ്സ് ദ നാച്ചുറൽ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ പേഴ്സൺ ബിഹേവിയർ ഒക്കേഴ്സ്. ഒരു വ്യക്തിയുടെ ബിഹേവിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത് ആ നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഒബ്സർവേഷൻ ഈസ് സെലക്റ്റീവ്. ഇൻവെസ്റ്റിഗേറ്ററെ അനുസരിച്ച് ഒബ്സർവേഷനിലും വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഒരു കാര്യത്തെ ഒരേപോലെ ആയിരിക്കത്തില്ല നോക്കി കാണുന്നത്. അഞ്ചാമത്, ഒബ്സർവേഷൻ ഈസ് നോട്ട് കാഷ്വൽ ബട്ട് വിത്ത് എ പർപ്പസ്. ഒബ്സർവേഷൻ നടത്തേണ്ടത് വെറുതെയല്ല, ഒരു പർപ്പസിനെ മുൻനിർത്തിക്കൊണ്ടാകണം. നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകണം നമ്മൾ ഒബ്സർവേഷൻ നടത്തേണ്ടത്. ലാസ്റ്റ് പറയുന്നുണ്ട്, ദ ഇൻവെസ്റ്റിഗേറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്സർവ് ദ ഫിനോമിനൻ ആൻഡ് ദെൻ ഗ്യാദേഴ്സ് ആൻഡ് അക്യുമുലേറ്റ് ദ ഡേറ്റ. ഇൻവെസ്റ്റിഗേറ്റർ ആദ്യം ഒബ്സർവ് ചെയ്യുകയും അതിനുശേഷം ഡേറ്റ കളക്ട് ചെയ്യുകയുമാണ് ഒബ്സർവേഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത്. ഒബ്സർവേഷൻ മെത്തേഡ് പല രീതിയിൽ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. നാച്ചുറൽ സെറ്റിംഗ്സിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത സെറ്റിംഗ്സിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല മോഡ്സ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. ഡയറക്റ്റ് ഓർ പേഴ്സണൽ ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഓർ മെക്കാനിക്കൽ ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ അത് എവിടെയാണ് നടക്കുന്നത്, ഇവന്റ് എവിടെയാണോ അവിടെ പോയി നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ഒബ്സർവേഷനിൽ
ഇൻഡയറക്റ്റ് ഒബ്സർവേഷനിൽ മെക്കാനിക്കൽ ഡിവൈസസ് ആയിട്ടുള്ള ഓഡിയോ റെക്കോർഡിങ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി മുതലായവയുടെ വെച്ചുകൊണ്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ പാർട്ടിസിപ്പേറ്റ് റോൾ ഓഫ് ഒബ്സർവർ. അപ്പോൾ ഒബ്സർവർ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് ഒബ്സർവേഷനെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് ഒബ്സർവേഷൻ ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റീവ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പേഷൻ ഓഫ് ഒബ്സർവേഷനിൽ ഇൻവെസ്റ്റിഗേറ്റർ അതിൽ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്സർവർ ആയിട്ടും പാർട്ടിസിപ്പന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിലാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ പുറത്തു നിന്ന് ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. Observation method is suitable for a variety of research purposes such as study of human behavior of social groups. First, human behavior കുറിച്ച് സ്റ്റഡി, സോഷ്യൽ ഗ്രൂപ്പ്സ്, ലൈഫ് സ്റ്റൈൽ, കസ്റ്റംസ്, ട്രഡീഷൻസ്, ഇന്റർപേഴ്സണൽ റിലേഷൻസ് പോലെയുള്ള പല മേഖലയിലുള്ള റിസർച്ചിന് ഒബ്സർവേഷൻ മെത്തേഡ് സൂട്ടബിൾ ആയിട്ട് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ റിസർച്ച് മെത്തേഡാണ് കേസ് മെത്തേഡ് എന്ന് പറയുന്നത്. Case method of study is borrowed from medical science. Just like a patient, the case intensively studied as to diagnose and then prescribe a remedy. കേസ് മെത്തേഡ് വന്നിരിക്കുന്നത് മെഡിക്കൽ സയൻസിൽ നിന്നാണ്. ഒരു പേഷ്യന്റിനെ സ്റ്റഡി നടത്തി അയാൾക്കുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അയാൾക്ക് റെമഡി പരിഹരിക്കുന്നത് പോലെ നമ്മളൊരു ഫേമിനൽ യൂണിറ്റിനെ സ്റ്റഡി നടത്തി അതിനുള്ള സൊല്യൂഷൻസ്, അവരുടെ പ്രോബ്ലത്തിന്, ഡിഫറൻസ്, സ്പെഷ്യാലിറ്റീസിനുള്ള റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്തുകയാണ് നമ്മൾ കേസ് മെത്തേഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ റിസർച്ച് മെത്തേഡ്സിലെ പോപ്പുലർ മെത്തേഡാണ് കേസ് മെത്തേഡ് എന്ന് പറയുന്നത്. കേസ് സ്റ്റഡിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എവറിത്തിങ് അബൌട്ട് സംതിങ് റാദർ ദാൻ സംതിങ് അബൌട്ട് എവറിത്തിങ്. ഒരു കാര്യത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് കേസ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It examines complex factors involved in the given situation so as to identify the causal factors operating it. അത് കോംപ്ലക്സ് ഫാക്ടേഴ്സ് തൊട്ട് കാഷ്വൽ ഫാക്ടേഴ്സ് വരെ കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. The case study describes as a case in terms of peculiarities. ഓരോ പെക്യുലാരിറ്റീസ് വെച്ചുകൊണ്ട് ടൈപ്പിക്കൽ എക്സ്ട്രീം ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടാണ് കേസ് സ്റ്റഡി നടത്തുന്നത്. ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള ഡേറ്റ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് നമുക്ക് കേസ് സ്റ്റഡി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നാലാമത്തെ റിസർച്ച് മെത്തേഡാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റേഷൻ ഈസ് ദ ബേസിക് ടൂൾ ഓഫ് ഫിസിക്കൽ സയൻസ് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഫിസിക്കൽ സയൻസ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ളതിൽ നമ്മൾ എക്സ്പെരിമെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എക്സ്പെരിമെന്റേഷൻ. എക്സ്പെരിമെന്റേഷനിലൂടെ പല ടൈംസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൈക്കോളജി, സോഷ്യോളജിയിലും നമ്മൾ എക്സ്പെരിമെന്റേഷൻ ഉപയോഗിക്കാറുണ്ട്. എക്സ്പെരിമെന്റേഷൻ ഈസ് എ റിസർച്ച് പ്രോസസ് യൂസ് ടു ഒബ്സർവ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ, കണ്ടീഷൻസിൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് എക്സ്പെരിമെന്റേഷനിലൂടെ റിസർച്ച് പ്രോസസ്സ് നടത്തുന്നത്. എക്സ്പെരിമെന്റേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ഒബ്സർവേഷൻ ആയിരിക്കും. ആ എക്സ്പെരിമെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. റിപ്ലിക്കേഷൻ ഓഫ് എക്സ്പെരിമെന്റ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് റിസൾട്ട്, അതിൻ്റെ റിസൾട്ട് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുകയാണ്, പ്രിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നാച്ചുറൽ ഓർ അൺകൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, ഫീൽഡ് എക്സ്പെരിമെന്റ് ആൻഡ് ലാബോറട്ടറി എക്സ്പെരിമെന്റ്. അടുത്ത 5ാമത്തെ മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. When research is conducted on the basis of the historical data, the research is said to have followed a historical approach. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റേനെ വെച്ചുകൊണ്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു പരിധി വരെ എല്ലാ റിസർച്ചും ഹിസ്റ്റോറിക്കൽ നേച്ചറിലുള്ളതാണ്. പല ഡേറ്റയും പാസ്റ്റിലെ ഡേറ്റ വെച്ചുകൊണ്ടാണ് റിസർച്ചിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് എ ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഇവന്റ്സ്, ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ പാസ്റ്റ്. പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലൂടെ നടക്കുന്നത്. 6ാമത്തെ മെത്തേഡാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. The comparative method is an evolutionary method employed to trace the evolution, similarities, difference between the elements under the study. അപ്പോൾ കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എവല്യൂഷണറി മെത്തേഡ് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ എവല്യൂഷൻ്റെ ട്രേസ്, സിമിലാരിറ്റീസ്, ഡിഫറൻസസ് മുതലായവ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ വരുന്ന സിമിലാരിറ്റീസ്, ഡിഫറൻസസ്
എവല്യൂഷൻസ് മുതലായവ ട്രേസ് ചെയ്ത് നടത്തുന്ന റിസർച്ച് മെത്തേഡിന് പറയുന്നതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് റിസർച്ചിനെ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് റിസർച്ച് നടത്തുന്നത് എന്നതിന് 6 മെത്തേഡാണ് ഇവിടെ പറയുന്നത്. 1 സർവേ മെത്തേഡ്, സർവേ ഉപയോഗിച്ചുകൊണ്ട്. 2 ഒബ്സർവേഷൻ മെത്തേഡ്. 2 കേസ് മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്. 5 ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. 6 കമ്പാരിറ്റീവ് മെത്തേഡ്. 6 മെത്തേഡ്സ് ആണ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് വരുന്നത്. 1 സർവേ മെത്തേഡ്, 2 ഒബ്സർവേഷൻ മെത്തേഡ്, 3 കേസ് മെത്തേഡ്, 4 എക്സ്പെരിമെന്റൽ മെത്തേഡ്, 5 ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, 6 കമ്പാരിറ്റീവ് മെത്തേഡ്.